അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് 2-3 താറാമുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ച് അതിനകത്ത് കറിവേപ്പിലയും കുരുമുളകും ചെറിയ ഉള്ളി എല്ലാം പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് അതൊന്ന് പൊരിച്ച് എടുക്കുകയാണ്. പിന്നെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തി ഉണ്ട്, അപ്പോൾ അത് ചൂടാക്കി എടുക്കാം. കടലക്കറിക്ക് വേണ്ടി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള എല്ലാം ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച കടലയാണ്. അങ്ങനെ അതങ്ങോട്ട് മൂത്ത് വന്ന മുളകും മല്ലിയിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലൊന്ന് വരണ്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് അതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ച് കൊണ്ടുവന്നിട്ട് അതൊന്ന് മസാലയുടെ മണമെല്ലാം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ അരച്ച് കൊണ്ടുവന്നത് അതിനകത്ത് ഒഴിക്കുക. പിന്നെ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. കണ്ടില്ലേ, കടല എല്ലാവരും വിചാരിച്ച് തേങ്ങ അരച്ച് വെച്ചായിരിക്കുന്നു, പക്ഷേ തേങ്ങ അല്ല, നമ്മൾ കടല തന്നെ അരച്ച് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഇതിന് കടുക് വറുക്കും. കടുവും 1 സ്പൂണ് കടുകും ഇടും എണ്ണ ഒഴിച്ചിട്ട്. അതിന് ശേഷം നമ്മൾ പെരിഞ്ജീരകം 1.5 സ്പൂൺ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് തേങ്ങ ചെറുതായിട്ട് പീസാക്കി ഉണങ്ങിയ തേങ്ങ ആണ്. അങ്ങനെ അതെല്ലാം കൂടെ വറുത്ത് കോരി നമ്മളിതിനകത്ത് ഒഴിക്കും. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് വെള്ളക്കടലയാണ്, കറുത്ത കടലയല്ല, വെള്ളക്കടലയാണ്. അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ചപ്പാത്തിക്ക് കടലക്കറി ഉണ്ട്, മുട്ട ഓംപ്ലേറ്റ്, അത് മുട്ടയ്ക്കകത്ത് എല്ലാം ചേർത്ത് വെക്കുന്നതാണ്. പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ നാടൻ ആഹാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണിയൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതല്ല, ശരീരത്തിന് വലിയ ഗുണമൊന്നും കൂടുതലായിട്ടില്ലല്ലോ ബിരിയാണി. അപ്പോൾ ക്ഷീണം മാത്രമേ കാണത്തുള്ളൂ അത് കഴിച്ചാൽ. അതുകൊണ്ട് പിന്നെ നല്ല ചോറിനൊക്കെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനുണ്ട്, 2-3-4 പരവ ഇട്ടിട്ടുണ്ട്, മത്തിയുണ്ട്, പിന്നെ ചുമന്ന കോര. നിങ്ങളുടെ നാട്ടിലൊക്കെ, ഇപ്പോൾ ചില നാട്ടിലൊക്കെ പുതിയാപ്പിള കോര, നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കാലവ എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ മുളകും പുളിയും വെക്കുന്നു. പിന്നെ നെത്തോലി തോരൻ വെക്കും. പിന്നെ പരവ പൊരിച്ചു, പിന്നെ പരവയും മത്തിയും കൂടെ പൊരിച്ചെടുത്ത് ചെമ്മീൻ നമ്മൾ ഫ്രൈ ആക്കി എടുക്കും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ കുടിക്കാനായിട്ടിരിക്കുകയാണ്. എല്ലാം എടുത്ത് വെച്ചു. ഞാൻ എൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പോയി. എനിക്ക് മുട്ടയൊന്നും വേണ്ട, എനിക്ക് കടലക്കറിയും ചപ്പാത്തി മാത്രം മതി. അങ്ങനെ എൻ്റെ മുളക് കറി എല്ലാം ആയിട്ടുണ്ട്. ചെമ്മീൻ വേണ്ട വരട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് തോരൻ വെക്കാൻ അടുപ്പിലാക്കിയിട്ട് തോരൻ വെച്ച്. പിന്നെ മുരിങ്ങയ്ക്കായും മാങ്ങായും പച്ചത്തക്കായും കൂടെ പച്ചക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ കുഴച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെത്തോലി തോരൻ വെച്ചു. അങ്ങനെ എൻ്റെ കറികളെല്ലാം റെഡിയായിട്ടുണ്ട്. ചോറ് റെഡിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു അവർ വരുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ വന്നതാരുമല്ല, ഇളയ മരുമോടെ ഉമ്മായും പാപ്പായും പാപ്പുമ്മായും അനിയത്തി അപ്പച്ചിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം ഞാനിനി എല്ലാം പാത്രത്തിലോട്ട് വിളമ്പട്ടെ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എൻ്റെ ലൈവിലൊക്കെ എല്ലാവരും വരണേ. രാവിലെ 9 മണിക്കും വൈകിട്ട് 3:30 ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം മാന്തൽ പൊരിച്ചതാണ് ഇത്. മാന്തൽ ഉണ്ടായിരുന്നു, അത് കുറച്ച് പൊരിച്ചു. പിന്നെ മറ്റേ വറ്റിയും മത്തിയും പൊരിച്ചിട്ടുണ്ട്, ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പാത്രത്തിലോട്ട്. എല്ലാവർക്കും മേശയുടെ പുറത്ത് കൊണ്ടുവെക്കട്ടെ. അപ്പോൾ അവരെയൊന്നും കാണിക്കാനുള്ള താല്പര്യമില്ല, അതുകൊണ്ട് അവരെ ആരെയും കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് എല്ലാം ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത്ര വരെ എത്തി. പക്ഷേ ലൈവിൽ ആരും വരാത്തതുകൊണ്ട് എനിക്ക് വാച്ച് അവറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇത്ര സബ്സ്ക്രൈബറെ കിട്ടി. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എല്ലാവർക്കും അനുഗ്രഹവും കരുണയും കാരുണ്യമൊക്കെ പടച്ചവൻ്റെ ഭാഗത്തുനിന്നും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവട്ടെ. ദുആ ചെയ്യാം ഇൻഷാ. എല്ലാവരും എൻ്റെ ചാനൽ കാണണം.
എൻ്റെ വീഡിയോസ് കാണണം, എല്ലാവരും കമൻ്റ് ഇടണം. പിന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ആപത്തിൽ നിന്ന് അപകടമെല്ലാം കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും നിങ്ങൾക്കെല്ലാം വേണ്ടി ദുആ ചെയ്യും. നിങ്ങളെല്ലാം എന്നെ കണ്ട എല്ലാവരും, ഞാൻ കണ്ടവരും എന്നെ കണ്ടവരും എല്ലാവരും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം, കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ തരണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? എന്താണ് വിശേഷം? ഇത് മെനഞ്ഞാത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും നല്ലപോലെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനിതെല്ലാം എടുത്ത് ടേബിളിൽ വെക്കട്ടെ. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് കൈയൊക്കെ കഴുകുന്നുണ്ട്. അവരൊക്കെ കഴിക്കട്ടെ, പിന്നെ എനിക്ക് കഴിക്കാം, ഞങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.